Hi dear children, today we are going to discuss the first chapter in mathematics in the class of plus 1 science named sets. What is a set? A set is a collection of well-defined objects. It is a collection, but that collection must be well-defined. If it is not well-defined, the collection is not considered as a set. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കളുടെ സംഖ്യകളുടെ കളക്ഷനെയാണ്, കൂട്ടത്തെയാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അത് വെറും ഒരു കൂട്ടമാവരുത്, ഒരു കൂട്ടം സംഖ്യകൾ മാത്രമാവരുത്. ആ സംഖ്യകളുടെ പ്രത്യേകത വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടാവണം. ഓക്കെ, വ്യക്തമായി നിർവചിക്കുക എന്താണ്, എങ്ങനെയാണ്, വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ബിക്കം വെൽ ഡിഫൈൻഡ്, എങ്ങനെയാണ് ഇത് വ്യക്തമായി നിർവചിക്കുക, എന്താണ് വ്യക്തമായി നിർവചിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എക്സാമ്പിൾ, the collection of students in your school or the collection of students in plus 1 science. നിങ്ങളെ സ്കൂളിലെ കുട്ടികളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു കൂട്ടം, അത് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം നിങ്ങളെ ക്ലാസ്സിലെ ഒരു കുട്ടി ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഒരു കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് ആ കുട്ടി നിങ്ങളെ ക്ലാസ്സിൽ ആണ് അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിൽ അല്ല എന്ന് വ്യക്തമായി പറയാൻ പറ്റും. അങ്ങനെ വ്യക്തമായി പറയാൻ പറ്റുന്നത് കൊണ്ട് ആ ക്ലാസ്സിലെ കുട്ടികളുടെ കൂട്ടത്തെ ഒരു സെറ്റ് എന്ന് പറയും. ഒരു കുട്ടി ഇത് ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടി അല്ല, അല്ലെങ്കിൽ ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടി ആണ് എന്ന് വ്യക്തമായി പറയാൻ പറ്റും. അതാണ് വെൽ ഡിഫൈൻഡ്. അതിനെ നമുക്കൊരു കളക്ഷൻ, ആ കളക്ഷൻ നമുക്കൊരു സെറ്റ് ആയിട്ട് പരിഗണിക്കും. സെറ്റ് ഒരു കളക്ഷനാണ്, വെറും ഒരു കളക്ഷൻ അല്ല. ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. സ്കൂളിലെ കുട്ടികളുടെ ഒരു കളക്ഷൻ. അപ്പൊ നിങ്ങൾ ഏത് കുട്ടിയെ എടുത്താലും ആ കുട്ടി സ്കൂളിലാവണില്ല, ആ കുട്ടി സ്കൂളിൽ ആണ് സ്കൂളിൽ അല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഓക്കെ, വേറെ എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് വ്യക്തമാക്കാം സെറ്റ് എവിടെയാണ് സെറ്റ് ആവാൻ. ദ കളക്ഷൻ ഓഫ് ബെസ്റ്റ് സിംഗേഴ്സ് ഇൻ യുവർ സ്കൂൾ. ശ്രദ്ധിക്കണം, ദ കളക്ഷൻ ഓഫ് ബെസ്റ്റ് സിംഗേഴ്സ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളെ സ്കൂളിലെ നല്ല പാട്ടുകാരുടെ ഒരു കൂട്ടം, അത് സെറ്റാണോ അല്ലയോ, എന്താണ് കാരണം പറഞ്ഞത്. നിങ്ങളെ സ്കൂളിൽ ഒരുപാട് ഗായകരുണ്ടാവും അല്ലെ, നല്ല രീതിയിൽ പാടുന്ന ആളുകളുണ്ട്. ബെസ്റ്റ് സിംഗേഴ്സിനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് ഒരു സൈഡിലേക്ക്. അതൊരു സെറ്റ് ആണോ അല്ലയോ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ബെസ്റ്റ് സിംഗേഴ്സിനെ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുക, എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കും? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ബിഹൈൻഡ് ദാറ്റ്? അതിന്റെ പിറകിലുള്ള ആ ഒരു മാനദണ്ഡം, ഏതു മാനദണ്ഡം അനുസരിച്ചാണ് ബെസ്റ്റ് സിംഗർ എന്ന്? ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ നമ്മൾ ബെസ്റ്റ് സിംഗേഴ്സിന് എടുക്കുക. നമ്മുടെ സ്കൂളിൽ ഒരുപാട് ഗായകരുണ്ടാവും അല്ലെ, നന്നായി പാടുന്നവര്, കുറച്ച് പാടുന്നവർ, തീരെ പാടാത്തവരൊക്കെ ഉണ്ടായിരിക്കണം. നല്ല പാട്ടുകൾ ടോപ്പ് നിൽക്കുന്ന ഒരാൾ എന്തായാലും ആ ബെസ്റ്റ് സിംഗറിന്റെ കളക്ഷനിലേക്ക് വരും. ശരിയല്ലേ? നിങ്ങൾ എന്താ തരണേ? നിങ്ങളെ സ്കൂളിലെ ബെസ്റ്റ് സിംഗേഴ്സിന്റെ കൂട്ടം രൂപീകരിക്കുക. അങ്ങനെ നിങ്ങൾ ബെസ്റ്റ് സിംഗർ, ആ സ്കൂളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കുട്ടിയെ, പാടുന്ന കുട്ടികൾ അത്രക്കാണില്ലെങ്കിലും നല്ല കുഴപ്പമില്ലാതെ പാടുന്ന കുട്ടി, അങ്ങനെ നിങ്ങൾ ഒരുപാട് സിംഗേഴ്സിനെടുക്കും. തീരെ പാടാൻ അറിയാത്ത, ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആളെ നിങ്ങൾ സിംഗേഴ്സ് എടുക്കും. ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു പാട്ടിന് രീതിയൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ കാണുന്ന ആളും സിംഗർ ബെസ്റ്റൊക്കെ വരില്ല. ബെസ്റ്റ് സിംഗേഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ടോപ്പിലെ കുറെ ആളുകൾ നിങ്ങൾ എടുക്കുക, തീരെ ഇല്ലാത്ത ആളുകളെ നിങ്ങൾ ഒഴിവുമാറും. എന്നാലും നല്ല പാട്ടല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പാടും, ഒരു ആവറേജ് പാടുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിക്കും. നല്ല ടോപ്പ് പാടുന്നവരെ നിങ്ങൾ മാറ്റി നിർത്തി
അത്രക്കില്ലാത്ത എന്നാലും കുഴപ്പമില്ലാത്ത ബെസ്റ്റ് പാടുന്ന കുറെ ആളുകളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തി. അങ്ങനെ നിങ്ങൾ മുകളിൽ നിന്ന് കുറെ നല്ല ടോപ്പ് ആളുകളൊക്കെ നിങ്ങൾ ബെസ്റ്റ് സിംഗേഴ്സ് എടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ പാടാത്ത ആളുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ തീരെ പാടാത്ത ആളുകളെ മാറ്റി നിർത്തിയാൽ കുറച്ച് പാടുന്ന എന്നാലും വലിയ കുഴപ്പമില്ലാതെ പാടുന്ന, അതിലേറെ കുറച്ചുകൂടെ കുഴപ്പമില്ലാതെ പാടുന്ന ആള് ഒരു ഏകദേശം ഒരു ആവറേജ് നടുവിലൊക്കെ വരുമ്പോ ഒരു ഗായകൻ, ഒരു ഗായിക, ഒരു കുട്ടി, ഒരു ആൺകുട്ടി, പെൺകുട്ടി, ആ കുട്ടി കുഴപ്പമില്ലാതെ പാടും. പക്ഷെ എങ്ങനെ ബെസ്റ്റ് സിംഗർക്ക് എടുക്കാം? അതിനെടുത്തോ ആ കുട്ടി ബെസ്റ്റ് സിംഗർക്ക് എടുക്കാം എന്ന് വേർതിരിക്കണമെങ്കിൽ അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവണം. തീരെ പാടാത്ത ആളെ എന്തായാലും നിങ്ങൾ ബെസ്റ്റ് സിംഗർക്ക് എടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നന്നായി പാടുന്ന ആളുകളെ നിങ്ങൾ എടുക്കും. എന്നാൽ കുഴപ്പമില്ലാതെ പാടുന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക, അത് നിങ്ങൾ ബെസ്റ്റിലേക്ക് എടുക്കുമോ അതോ ഇതിലേക്ക് എടുക്കുമോ? രണ്ടുക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രണ്ടുക്കും എടുക്കാൻ പറ്റുന്നത് ഇതിന് ഒരു വ്യക്തമായി ഒരു ഡെഫിനിഷൻ, വ്യക്തമായ ഒരു വെൽ ഡിഫൈൻഡ് അല്ല, നിർവചിക്കാത്തത് കൊണ്ടാണ്. നല്ല പാട്ടുകാരാണ് നമ്മൾ അതിലേക്ക് എടുക്കും, തീരെ പാടാത്ത ആൾ ഒഴിവാക്കും. എന്നാൽ ഒരു ആവറേജ് പാടുന്ന കുട്ടിയെ നിങ്ങൾ ബെസ്റ്റിലേക്ക് എടുക്കും, ഇവിടേക്ക് എടുക്കും. അത് വെൽ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങോട്ടോ നടക്കും. നേരെ മറിച്ച് അതിനെ വെൽ ഡിഫൈൻഡ് ആക്കണമെങ്കിൽ ഇങ്ങനെ പറയാം. ഒരു കാര്യം ചെയ്യാം, ബെസ്റ്റ് സിംഗേഴ്സിനെ നമുക്ക് ഇങ്ങനെ വേർതിരിക്കാം. അപ്പൊ നമ്മൾ സ്കൂളിൽ നല്ല പാട്ടുകാരെ തെരഞ്ഞെടുക്കുക. ബെസ്റ്റ് സിംഗേഴ്സിനെ അങ്ങനെ എടുക്കുന്നിടയിൽ കുറെ നല്ല പാട്ടുകാരൊക്കെ വന്നു. എന്നാൽ കുഴപ്പമില്ലാതെ പാടുന്ന ഒരാളെ ബെസ്റ്റ് എടുക്കണോ, പറ്റൂല, ഒരു കൺഫ്യൂഷൻ. വേണ്ട, അത് തീരെ പാടാത്തേക്ക് തുടങ്ങും, അല്ലെങ്കിൽ ബെസ്റ്റിക്ക് തുടങ്ങും. അപ്പൊ ഒരു ബെസ്റ്റിന് ഒരു ബൗണ്ടറി വെക്കണം. ഇതിന് മുകളിൽ ഇങ്ങനെ ആളുകളൊക്കെയാണ് എന്ത് ബെസ്റ്റ് സിംഗേഴ്സ്. ഇങ്ങനെ അല്ല, അതുകൊണ്ട് ആള് ബെസ്റ്റ് സിംഗർ അല്ല. ഒരു മാനദണ്ഡം, ക്രൈറ്റീരിയ എങ്ങനെ വെക്കണം നോക്കാം. ബെസ്റ്റ് സിംഗർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അത് അവിടെ ഒരു ബൗണ്ടറി, ലൈൻ ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ കൺഫ്യൂഷൻ. ബെസ്റ്റ് സിംഗറിനെ നമുക്ക് ഇങ്ങനെയാണ്. സ്കൂളിൽ നമ്മള് കലോത്സവം ആർട്സ് ഡേ നടത്തും അല്ലെ, പിന്നെ നമ്മൾ സബ് ജില്ല അല്ലെ, സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. ജില്ലാ തലത്തിൽ പാട്ടിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ ബെസ്റ്റ് സിംഗറിലേക്ക് മാറ്റാൻ പറ്റും എന്ന ഒരു മാനദണ്ഡം വെച്ചു നിൽക്കുന്നു. സ്കൂളിൽ ഒരുപാട് ഗായകരുണ്ട്. സ്കൂളിൽ കുറെ ആളുകൾ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കും, സബ് ജില്ല പോകും, ജില്ല പോകും, അങ്ങനെ പോകും അല്ലെ. കുറെ ആളുകളൊക്കെ സബ് ജില്ല പോകും, പിന്നെ അത്ര ഉണ്ടാവില്ല, കുറച്ചാളുകൾ ജില്ലയ്ക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ സ്കൂളിലെ ബെസ്റ്റ് സിംഗേഴ്സിനെ നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം, ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കാം. ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പാട്ട് പാടാൻ പോയിട്ടുള്ള ആളുകളൊക്കെ ബെസ്റ്റ് സിംഗർ ആയിട്ട് എടുക്കും എന്ന ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചാൽ ഒരാളെ നിങ്ങൾക്ക് വ്യക്തമായി പറയാം, ഇവന് ജില്ലയിൽ പോയിട്ടുണ്ട്, യെസ് ബെസ്റ്റ് സിംഗറാണ്, ബെസ്റ്റ് സിംഗർ, കഴിഞ്ഞ വർഷം വരെ പോയ, സ്റ്റേറ്റ് വരെ പോയ ബെസ്റ്റ് സിംഗർ. ഈ കുട്ടിയില്ല, സബ് ജില്ലയിൽ പോയി, ഈ കുട്ടീനെ പറ്റൂല. ഇങ്ങനെ വേർതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ബൗണ്ടറി, ഒരു ലൈന്, ഒരു ക്രൈറ്റീരിയ അവിടെ ഉണ്ടെങ്കിലേ അതിനെ സെറ്റ് ആയിട്ട് പറയുള്ളൂ. ഇല്ല എങ്കിൽ എന്താ സംഭവം? നല്ല പാടുന്ന ആളുകൾ എടുക്കും, തീരെ പാടാത്ത ആളുകൾ ഒഴിവാക്കും. ഇതിനിടയിലുള്ള കുറച്ച് ആളുകൾ നിങ്ങൾ ബെസ്റ്റിലേക്ക് എടുക്കൂലേ കൺഫ്യൂഷൻ. അങ്ങനെ വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ അതിനെ സെറ്റ് എന്ന് പറയുന്നില്ല. ഓക്കെ, so the collection of best singers in your school is not a set, because the criteria to determine a singer as best singer is not well defined. സ്കൂളിലെ നല്ല പാടുന്ന ആളുകളുടെ ഒരു കൂട്ടം അല്ലെ നടക്കുന്നത്, അത് ഒരു സെറ്റ് അല്ല. കാരണം ഒരു പാട്ടുകാരനെ നല്ല പാട്ടുകാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു മാനദണ്ഡം അവിടെ ഇല്ല. ഓക്കെ, ദ കളക്ഷൻ ഓഫ് ടോൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ നീളം കൂടിയ കുട്ടികളുടെ ഒരു കളക്ഷൻ, അതൊരു സെറ്റാണോ അല്ലയോ? കാരണം പറയാം. നമ്മുടെ ക്ലാസ്സിലെ നീളം കൂടിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, കളക്ഷനാണ് ഉണ്ടാക്കുന്നത്. ഈ കളക്ഷനാണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അതൊരു കളക്ഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെ ക്ലാസ്സിൽ നീളം കൂടിയ
കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പ്, ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണോ അല്ലയോ, കാരണം നമ്മൾ ചർച്ച ചെയ്യണം. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നീളം കൂടി അല്ലെ, ചിലപ്പോ ബാക്ക് ബെഞ്ചിലേക്കാണ് നമ്മൾ അങ്ങനെ നീളത്തിനനുസരിച്ചൊക്കെ കുട്ടികളെ ഇരുത്താറുണ്ട്. മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാറിയില്ല. ഏറ്റവും നീളം കൂടിയ ആളുകളൊക്കെ ഫ്രണ്ടിൽ ഇരുത്തുണ്ടാവും, തൊട്ട് ബാക്കിലുള്ള ആളുകൾക്ക് ബോർഡിലേക്ക് കാണാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ബെഞ്ച് അതിനനുസരിച്ച് ഹൈറ്റുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതലും നീളം കൂടിയ ആളുകൾ ബാക്കിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ നീളം കൂടിയ കുട്ടികളൊക്കെ നമ്മൾ വിളിക്കണം. ശ്രദ്ധിക്കണേ, ഏറ്റവും നീളമുള്ളത് അതാ ബാക്ക് ബെഞ്ചിൽ അവനാണ്, പേര് അവനാണ്. അവനെന്തായാലും വിളിക്കും അല്ലെ, കാരണം എന്താ, അവനേക്കാൾ നീളം കൂടിയ ഒരാളോടല്ല. അപ്പൊ അവിടുന്ന് ഒരു കളക്ഷന് നീളം കൂടിയ ആളുകളുടെ കളക്ഷൻ ഉണ്ടാക്കുമ്പോ എന്തായാലും അവനെടുക്കണം അല്ലെ, അവനെ വിളിച്ചു. അത്രക്കാൾ ഇല്ലെങ്കിലും വേറെ ഒന്ന് രണ്ട് ആൾക്കാർ അവന്റെ ടീമിൽ. പിന്നെ ഒന്ന് രണ്ട് പെൺകുട്ടികളുണ്ട് നീളല്ലേ, വിളിച്ചു. തീരെ നീളമില്ലാത്തൊരു ചക്കുണ്ട് മുമ്പിൽ ഇരിക്കുന്നത്, കുറച്ച് ആളുകളുണ്ട് ആൺകുട്ടി പെൺകുട്ടിയൊക്കെ ഉണ്ട്, അവരെ നമ്മൾ എടുക്കുക. കാരണം എന്താ, നീളല്ലോ അവരെടുത്തു. എന്നിട്ട് എത്ര നീളം കുറഞ്ഞ കുറച്ച് ആളുകൾ, കുറച്ചുകൂടി നീളം കുറഞ്ഞ നമ്മൾ ആ നീളം എന്നുള്ളതിലേക്ക് നമ്മളങ്ങനെ തോന്നുന്ന ആളുകളൊക്കെ വിളിച്ചു. ഓക്കെ, അപ്പൊ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് നീളം കൂടി. ആ ക്ലാസ്സിൽ നീളം കൂടി 10-15 ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറെ ആളുകളുണ്ട്. ഇവിടെ ഏറ്റവും ഈ കളക്ഷന് നീളം കൂടിയ ആളുകൾ നമ്മൾ കളക്ട് ചെയ്തേ, അതിൽ ഒരു നീളം കുറഞ്ഞ ആളുണ്ടോ? നീളം കൂടിയവരിലെ നീളം കുറഞ്ഞ ആളുണ്ടോ? നമ്മൾ ആദ്യം ഏറ്റവും നീളം എടുത്തല്ലേ, പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു, എല്ലാവരും എണീറ്റിക്കാൻ പറഞ്ഞേ, എണീറ്റിട്ട് നിസ്സാരങ്ങൾ നോക്കി നീളം കൂടി. യെസ്, വരാൻ പറഞ്ഞു. മോളെ കെട്ടുവാ, മോള് വാ, മോനെ ഈ വാ. അങ്ങനെ നീളം കൂടിയ ആളൊക്കെ നിർത്തി. അങ്ങനെ അവസാനം നമ്മൾ കുട്ടിയെ വിളിച്ചു. നീളം കുറഞ്ഞു ഇങ്ങനെ വരില്ലേ, അടുത്ത നീളം കൂടിയ ആള് പിന്നെ കുറഞ്ഞില്ലേ, അങ്ങനെ അവൾ ഇവിടെ നിർത്തി. ലാസ്റ്റ് വിളിച്ചൊരു കുട്ടിയില്ലേ, ആ കുട്ടികൾക്ക് ഏകദേശം നീളം കുറഞ്ഞ ആൾക്ക് അല്ലെ, ആ ഗ്രൂപ്പിലെ ആ കളക്ഷനിലെ നീളം കുറഞ്ഞൊരു കുട്ടിയില്ലേ അല്ലെ. ഓക്കെ, നീളം കൂടിയവരിൽ നീളം കുറഞ്ഞൊരു കുട്ടി, ഏകദേശം ആ നീളമുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടാവും, നമ്മൾ വിളിച്ചു. എന്നാൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞു അങ്ങനെ വിളിച്ചു, നമ്മളത് നിർത്തി, കുറച്ച് നിർത്തിട്ടാ. അതിലെ നീളം കുറഞ്ഞൊരു കുട്ടി അത്ര കാണില്ലെങ്കിലും അതിനോട് സാമ്യം ഉയരമുള്ള ഒരു കുട്ടി അവിടെ ഉണ്ട്. ആ കുട്ടിയെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ ആ വരുന്ന കുട്ടിയോടൊപ്പം ഇല്ലെങ്കിലും ചെറിയൊരു കുറവുള്ള ഒരു കുട്ടി, അങ്ങനെ നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ നീളം കൂടിയ കുറെ ആളുകൾ വരും, നീളം ഇല്ലാത്ത കുറവുള്ള ഒരേ ആൾക്കാരെ ഒഴിവാക്കും ചെയ്യും. ഇതിന്റെ ഇടയിൽ വരുന്ന ചില കുട്ടികളുണ്ട്, എന്താണ്, അവർ നീളമുള്ളവർ എന്നാണ് പറയാൻ പറ്റൂല, എന്നാ നീളം കുറഞ്ഞവർ എന്നാണ് പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ നീളമുള്ള ഉയരമുള്ള കുറച്ച് ആളുകളുണ്ട്, അവർ നിങ്ങൾ അങ്ങോട്ട് എടുക്കാൻ. ഇവിടൊക്കെയാണ് വെൽ ഡിഫൈൻഡ് പ്രത്യേകത. നിങ്ങൾ ഏറ്റവും നീളം കൂടിയ കുറച്ച് ആൾക്കാർ 5-6 ആൾക്കാരും, പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് അല്ലെ, ഇങ്ങനെ ഒരു പരിധി എത്തുമ്പോൾ നിർത്തും. നിങ്ങൾ നിർത്തുമ്പോ അതുപോലെ നീളം കുറഞ്ഞ ആൾക്കാർ മാറ്റി ഈ മാറി നീളമില്ലാത്തവരെ മാറ്റി, നീളമുള്ളവരോടുണ്ട്, നീളമില്ലാത്തവർ നമുക്ക് വേണ്ട. നമ്മൾ ഇവിടെ കളക്ഷൻ നോക്കും. ഈ നീളം ഇല്ലാത്തവരിലും നീളം ഉള്ളവരിലും പെടാത്ത കുറച്ച് ആളുകളിലും അവർ ഇതിലേക്ക് എടുക്കുമോ അതിലേക്ക് എടുക്കും. ഇവിടെ ഉള്ള ഒരു കുട്ടി, നമ്മൾ എടുക്കാത്തൊരു കുട്ടി, കുറെ കുട്ടികളുണ്ടാവും. ആ ചില കുട്ടികളും ഇവിടെ നീളം കുറഞ്ഞ കുട്ടി ഏകദേശം ഒപ്പില്ല, ചെറിയ ഒരു നീളം കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മളെ എടുക്കുക, കളക്ഷൻ നീളം കുറഞ്ഞവരിലേക്കാ മാറ്റുക, നീളം കൂടിയവരിലേക്കാ മാറ്റുക. അതവിടെ വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നീളം കൂടിയ കുട്ടികളുടെ കളക്ഷൻ എന്നല്ല, ഒരു സെറ്റല്ല. അതിനൊരു സെറ്റ് ആവണമെങ്കിൽ അവിടെ വെൽ ഡിഫൈൻഡ്, വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടാവണം. എങ്ങനെ വ്യക്തമായി നിർവചിക്കാനോ? നീളം കൂടിയ ആളുകൾക്ക് നമുക്കൊരു മാനദണ്ഡം വെക്കാം, ക്രൈറ്റീരിയ വെക്കാം. എന്താ ക്രൈറ്റീരിയ? 150 സെന്റിമീറ്റർ ഉള്ള ആളുകൾ, 150ഉം അതിന്റെ മുകളിലേക്കും നീളമുള്ളവരെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നീളം കൂടിയ വിദ്യാർത്ഥികൾ, നീളം കൂടിയ സ്റ്റുഡൻസ് എന്ന് മുദ്ര കുത്താം. 1.5 മീറ്റർ അല്ലെ, 1.5 മീറ്ററിന് മുകളിലുള്ള ആളുകളൊക്കെ നീളം കൂടിയവരിൽ പെടും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 1.5 മീറ്റർ ഉണ്ടോ? 1.5 മീറ്ററിലേക്ക് മാറിക്ക, 1.5 മീറ്റർ കുറവിലേക്ക് മാറിക്ക, 2 ഗ്രൂപ്പിലേക്ക് ആളുകൾ ഇങ്ങനെ മാറും. അതില് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ആരും ഉണ്ടാവില്ല. 1.5 മീറ്റർ ഉണ്ടോ, ഗ്രൂപ്പൊക്കെ മാറ്റാം, അതിലേക്ക് ഇല്ലേ മാറ്റാം, കറക്റ്റ് 1.5 നമ്മൾ നടക്കാം അല്ലെ. അപ്പോ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡ ക്രൈറ്റീരിയ ആണ് പറഞ്ഞാൽ നമുക്ക് അതിനെ കളക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ അതെന്താവില്ല,
ആ കളക്ഷനെ സെറ്റ് ആക്കുക, അല്ലെങ്കിൽ അതൊരു സെറ്റ് ആവും. കളക്ഷൻ ആവുമ്പോൾ പറ്റും എന്താവില്ല, സെറ്റ് ആവില്ല. The collection of odd numbers between 10 and 30, 10നും 30നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ ഒറ്റ സംഖ്യകളുടെ കൂട്ടം. 10ന്റെയും 30ന്റെയും ഇടയിൽ വരുന്ന ഒറ്റ സംഖ്യകളുടെ കൂട്ടം, അതൊരു സെറ്റ് ആണോ അല്ല? 10നും 30നും ഇടയിൽ വരുന്ന ഒറ്റ സംഖ്യ ഏതൊക്കെ നമ്പേഴ്സ്? 11, 13, 15, 17, 19, 21, 23, 25, 27, 25 അല്ലെ? ഇവരല്ലേ? നിങ്ങൾ ഒരു നമ്പർ കൊണ്ടുവന്നാൽ അത് ഈ 10നും 30നും ഇടയിൽ ആണ്, ഒറ്റയാണ് ഇടയിലുള്ള, അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഒറ്റയല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റും. നമ്പേഴ്സ് ഒക്കെ വെൽ ഡിഫൈൻഡ്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 20 and 50, 20 and 20നും 50നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകൾ ഏതാ? 20നും 50നും ഇടയിലുള്ള സംഖ്യകൾ 21, 22, 23 എക്സെട്രാ 49. 20നും 50നും ഇടയിൽ 20ഉം 50ഉം പറ്റില്ല, എക്സ്ക്ലൂഡിംഗ് ബോത്ത് എക്സ്ട്രീംസ്, രണ്ടറ്റങ്ങളും ഒഴിവാക്കും. 20 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളാണെങ്കിൽ യു സ്റ്റാർട്ട് വിത്ത് 20 and ends in 50. 20ൽ തുടങ്ങണം, 50ൽ അവസാനിക്കണം. അതാണ് 20 to 50ഉം അതുപോലെ ബിറ്റ്വീൻ 20 and 50 തമ്മിൽ. 20 മുതൽ 50 വരെ എന്നാണെങ്കിൽ 20ഉം 50ഉം ഇൻക്ലൂഡിംഗ് ആണ്. ഓക്കെ, 20നും 50നും ഇടയിൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രീംസ്, രണ്ട് എക്സ്ട്രീംസും എക്സ്ക്ലൂഡഡ് ആണ്. 20 ഉണ്ടാവൂല, 50 ഉണ്ടാവും. പിന്നെ 21, 22, 23 എക്സെട്രാ 49. ഓക്കെ, അപ്പൊ 20നും 50നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, അത് വെൽ ഡിഫൈൻഡ് ആണ്. എന്താ വെൽ ഡിഫൈൻഡ് ആണോ അല്ലെന്ന് നോക്കുക. നിങ്ങളൊരു നമ്പർ കൊണ്ടുവന്നോ, ആ നമ്പർ 20ന്റെയും 50ന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ആണോ അല്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റൂലേ? അല്ലേ? അതെന്താണ്? അപ്പോ വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, The collection of best writers in India. ഇന്ത്യയിലെ നല്ല എഴുത്തുകാരുടെ കളക്ഷൻ. ഒരുപാട് എഴുത്തുകാരുണ്ട് അല്ലേ? അവരുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കാം നമ്മളത് സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരുപാട് എഴുത്തുകാരുണ്ട്. നല്ല എഴുതുന്ന ഒരാൾ, ഏറ്റവും ടോപ്പ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായ എഴുത്തുകാരൻ നമ്മളെ എഴുതും. അത്രക്കാണ് ഇല്ലാത്ത ആളുകളെ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കും അല്ലെ? തീരെ എഴുതാത്ത ആളുകളെ എന്തായാലും എടുക്കില്ല. എന്നാൽ നല്ല എഴുത്തുകാർ എത്തിയില്ലെങ്കിലും തീരെ നല്ല കുഴപ്പമില്ലാത്ത ആവറേജ് എഴുത്തുകാരനെ എവിടേക്ക് എടുക്കും? അവിടെയാണ് വെൽ ഡിഫൈൻഡ് പറ്റുന്നത്. അയാള് വെൽ ഡിഫൈൻഡ്, അയാള് ബെസ്റ്റ് റൈറ്റർ ആണോ അല്ലയോ? കുറെ ആൾക്കാർ അങ്ങോട്ട് മാറ്റി, തീരെ എല്ലാത്തിനും അങ്ങോട്ട് മാറ്റി. അതിന്റെ ഇടയിൽ കുറെ ആളുകൾ ഉണ്ടാവും എഴുത്തുകാർ. അവർ ബെസ്റ്റിക്ക് എത്തണോ എത്തണ്ടേ എന്ന് തീരുമാനിക്കണമെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ബെസ്റ്റ് റൈറ്റർ. അല്ലെങ്കിൽ ഇതിന് അത്ര ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ, ഇന്ന അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ബെസ്റ്റിലേക്ക് മാറ്റാം എന്നൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണ്, അതൊരു സെറ്റാണ്. അല്ലെങ്കിൽ ഓൺലി കളക്ഷൻ, അതൊരു കളക്ഷൻ മാത്രമാണ്. ഓക്കെ, സോ ഇൻ മാത്തമാറ്റിക്സ് there are also some sets. മാത്സിലും കുറെ സെറ്റുകൾ ഉണ്ട്. ഓക്കെ, സെറ്റുകൾ എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്സിൽ നമുക്കറിയുന്നതാ എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അല്ലെ? അഖണ്ഡ സംഖ്യകളുണ്ട്, ഹോൾ നമ്പേഴ്സ്. ഇന്റിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ. റാഷണൽ നമ്പേഴ്സ്, ഭിന്നകങ്ങൾ. ഇറാഷണൽ, അഭിന്നകങ്ങൾ. റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ. മാത്സിലും ഒരുപാട് വെൽ ഡിഫൈൻഡ് ആയിട്ട് കളക്ടേഴ്സ് ഉണ്ട്. അതായത് സെറ്റ് ആക്കി വെച്ച ഒരുപാട് സെറ്റുകളായിട്ട് ഉണ്ട്. ഏതൊക്കെ വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, അതിനെ സ്മോൾ ലെറ്റർ n കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 അങ്ങനെ പോലെ. അത് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്, പൂർണ്ണസംഖ്യകളുടെ ഒരു സെറ്റ്, അതിനെ z കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
Set of all rational numbers. Rational numbers അറിയാം നമുക്ക് അല്ലേ? All the numbers are in the form p by q, where p and q are integers and q not equal to 0. Such type of numbers are called rational numbers. Real numbers അതിനെ ക്യാപിറ്റൽ R കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ ഇന്റിജർ പറഞ്ഞു അല്ലെ? ഇന്റിജറിന്റെ പോസിറ്റീവ് സെക്ഷൻ അതിനെ Z പ്ലസ് കൊണ്ട് സൂചിപ്പിക്കും. Z എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്, Z പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇന്റിജർ. അങ്ങനെയാണ് Z മൈനസ് നമുക്ക് പറയാം. ഇന്റിജറിലെ നെഗറ്റീവ് ഇന്റിജർ അല്ലേ? R പറഞ്ഞ റിയൽ നമ്പേഴ്സ്. R-ന് പ്ലസ് കൊടുത്താൽ R പ്ലസ് എന്ന് വായിക്കും. റിയൽ നമ്പറിലെ പോസിറ്റീവ് ആളുകൾ. ഇനി നമുക്ക് പറയാം ക്യൂവിന്റെ കൂടെ ക്യൂ പ്ലസ് ഇട്ടാൽ റാഷണൽ നമ്പറിലെ പോസിറ്റീവ്, ക്യൂ മൈനസ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറിലെ നെഗറ്റീവ്സ് ആണ്. W ഹോൾ നമ്പേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാത്സിൽ നമുക്ക് വരാം. ഓക്കെ, റിയൽ ലൈൻ. ഈ ലൈനിൽ നിങ്ങൾ കുറച്ച് സംഖ്യകൾ മാത്രമേ കാണുന്നുള്ളൂ. അത് ഇവിടെ ഈ പോയിന്റ് ആണ് 0. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അങ്ങനെ പോവാണ്. 4 വരെയല്ലേ അങ്ങനെ പോകും. അതുപോലെ സീറോയുടെ ഇങ്ങോട്ട് -1, -2, -3, -4 അങ്ങനെ പോകുന്നു. ഓക്കെ, അനന്തമായി പോകുന്നു. ഇതിനിടയിലും ഒക്കെ ഒരുപാട് സംഖ്യകളുണ്ട്. നിങ്ങൾ കാണുന്ന 1, 2, 3, 4, 0, -1, -2, -3, -4 എക്സെട്ര അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുണ്ട്. ഇതിനിടയിലും ഒരുപാട് സംഖ്യകളുണ്ട്. All the numbers between 0 and 1 written as 0 point something. 0നും 1നും ഇടയിലുള്ള എല്ലാ സംഖ്യകളും 0 പോയിന്റ് സംതിങ് ആയി അല്ലേ? All the numbers between 2 and 3 written as 2 point something, 2.2. 2 പോയിന്റ് വേറെ എന്തെങ്കിലും എഴുതിയാൽ അത് 2നേക്കാൾ വലുതാണ്, 3നേക്കാൾ ചെറുതാണ്. 25 പോയിന്റ് സംതിങ് അത് 25നേക്കാൾ കുറച്ച് കൂടുതലാണ്, എന്നാൽ 26ക്കാണ് എത്തിയിട്ടില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 0 ആണ്, ഇത് 1 ആണ്. ഇതിനിടയിൽ ഏത് സംഖ്യ നിങ്ങൾ എടുത്താലും അതൊക്കെ 0 പോയിന്റ് സംതിങ്, 0 പോയിന്റ് സംതിങ്, 0 പോയിന്റ് സംതിങ് എന്തുവാ ആയി. ഇതിനും ഇടയിലെ സംഖ്യ പറഞ്ഞാൽ 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8 അല്ലേ? 0.9 പിന്നെ 0.9 കഴിഞ്ഞാൽ പിന്നെ 1 അങ്ങനെ കൂടുതലുണ്ട്. 0ന്റെ തൊട്ടപ്പുറത്ത് 0.1 ഒന്നുമല്ല, അതിന് മുമ്പ് 0.01 ഉണ്ട്, 0.0000 ഒരുപാട് സംഖ്യ. ഈ 0നും 1നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട് എന്ന് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് പറയാം നിങ്ങൾ എത്ര 0.0 നിങ്ങൾ സംഖ്യ 0.1, 0.005, 0.129 നിങ്ങൾ 0 പറഞ്ഞ അതൊക്കെ 0നേക്കാൾ വലുതും 1നേക്കാൾ ചെറുതുമായിരിക്കും എന്നല്ലാതെ നിങ്ങൾ ഇത് എണ്ണി തീർക്കാൻ പറ്റും. എണ്ണി തുടങ്ങാൻ കുറെ എണ്ണ ഫസ്റ്റത്തോടെ പറയാൻ പറ്റും. 0നെ തൊട്ടപ്പുറത്തെ സംഖ്യ ഏത് എന്ന് കൂടെ നമുക്ക് പറയാൻ പറ്റും. 0 പോയിന്റ് ആയിരിക്കും, പക്ഷെ അതിന് ശേഷം എത്ര വരാം? നിങ്ങൾ എത്ര പറഞ്ഞാലും അതിന്റെ അപ്പുറത്ത് വേറെ സംഖ്യ അല്ലെ അതിന്റെ അപ്പുറത്ത് വേറെ സംഖ്യ. അപ്പൊ നിങ്ങൾ പറഞ്ഞു 0 തൊട്ടപ്പുറത്ത് 0.000000001 ആണെങ്കിൽ നിങ്ങൾ എത്ര 0 കൊടുത്തോ അതിനകത്ത് ഒരു 0 കൊടുത്താൽ ഇപ്പൊ കൂടി ഒരുപാട് സംഖ്യ തന്നെയായിരിക്കും. ഇത് 0 ആണ്, ഇവിടെ 0 പോയിന്റ് നമ്പർ കൊടുത്താൽ 2 നമ്പറുകൾക്കിടയിലുള്ള 2 നമ്പറിന്റെ മിഡ് പോയിന്റ് നടുവാണെങ്കിൽ ആ 2 സംഖ്യ കൂട്ടിയിട്ട് പോയിട്ടാണ്. അപ്പൊ 0യും പിന്നെ ഇതിന്റെ അടുത്തുള്ള സംഖ്യ അടുത്തുള്ള സംഖ്യ ആയിക്കോട്ടെ, നിങ്ങൾ കരുതുന്ന അടുത്തുള്ള സംഖ്യ ഏതാ നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ ആ അടുത്തുള്ള 0യുടെ അടുത്തുള്ള സംഖ്യ നിങ്ങൾ പറഞ്ഞു കരുതുക. ആ സംഖ്യ നിങ്ങൾ പറയണമെങ്കിൽ ആ സംഖ്യ 0 കൂട്ടി പൗതിട്ടാൽ ആ 2ന്റെ ഇടയിലത്തെ സംഖ്യ, പിന്നെ ആ സംഖ്യന്റെ ഇതിന്റെ ഇടയിൽ കൂട്ടി പൗതിട്ടാൽ അങ്ങനെ അതിന്റെ ഇടയിൽ ഒരുപാട് സംഖ്യകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ എത്ര സംഖ്യ ഉണ്ട് പറയണം. വേണമെങ്കിൽ 10 രൂപ നിങ്ങൾക്ക് പറയാം, 30, 40, 50, 10 കോടി സംഖ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്നാൽ അതിന്റെ അപ്പുറത്ത് പിന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന് മാത്രം ഇതാ 1നും 2നും ഇടയിലുള്ള ഒരുപാട് സംഖ്യകൾ
ഇത്രയും പറയാൻ പറ്റില്ല. 1.1, 1.2, 1.3 അങ്ങനെയൊന്നുമില്ല. അതിന് വേറെ 1.01, 1.020 ഒരുപാട് സംഖ്യ ഉണ്ട്. എത്ര സംഖ്യ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പറയാൻ പറ്റും. 1ന്റെ തൊട്ടപ്പുറത്ത് സംഖ്യ എന്ന് കൂടെ പറയാൻ പറ്റും. 1ന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ സംഖ്യ പറഞ്ഞാൽ ആ സംഖ്യ 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ അതിന്റെ അടിയിലെ സംഖ്യ കിട്ടും. പിന്നെ അതും 1 കൂട്ടി അതിന്റെ അടിയിലത്തെ കിട്ടും. ഒരുപാട് സംഖ്യ. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിന്റെ അപ്പുറത്താണ്. ഇത് വേറെ ലോകമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ വരയിൽ തൂക്കിയിട്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നത് മാത്രം അല്ല ആ വരയിലുള്ള സംഖ്യകൾ. നിങ്ങൾ കാണുന്നത് ഏതൊക്കെയാണോ? ഈ ഒരു വര വരക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കാം. A line is a collection of points. ഒരുപാട് പോയിന്റുകൾ ഇല്ലേ? നമ്മൾ പേന കൊണ്ട് പെൻസിലോട് ഇങ്ങനെ വരക്കുമ്പോൾ ആലോചിച്ച് നോക്കാം. ഒരു വര വരച്ചു, ആ വര വരക്കല്ലാതെ കുത്ത് ഡോട്ട് ഇട്ടാണ് ഫുള്ള് ഒരു വരയാക്കണേ ആലോചിച്ച് എത്ര കുത്തൊക്കെ അല്ലേ? ഒരുപാട് പോയിന്റുകൾ ചെറുതായി വരണാവും. ആദ്യം ഒരൊറ്റ ഒരു കുത്ത് മാത്രം, ഒരു പോയിന്റ് മാത്രമാണ് 0. പിന്നെ ഇവിടെ ഒരുപാട് പോയിന്റ് ഉണ്ട്. പിന്നത്തെ ഒരു പോയിന്റ് ആണ് 1. ഒരുപാട് പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാണുന്ന ഇവരെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ പോയിന്റിന്റെ പേര് ഇവിടെ ഇല്ല, ഇതിന്റെ പേര് ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ കാണുന്ന 1, 2, 3, 4, 0 മൈനസ് എന്ത്? അതിലെ കുറച്ച് സംഖ്യകൾ മാത്രമാണ്. അവർ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ ലൈനിൽ നിങ്ങൾ കാണുന്ന സംഖ്യകളൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന റിയൽ നമ്പർ, ഇന്റിജർ, ഇറാഷണൽ, ഇറാഷണൽ അല്ലേ? ഇതൊക്കെ ഈ വരയിലുണ്ട്. നിങ്ങൾക്കറിയുന്ന ലോകത്തിലെ നമ്പേഴ്സ് അത് ഫുള്ള് ഇതിലുണ്ട്. വേറൊരു ലോകം വരാനുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ്. അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പൊ നിങ്ങൾ ഈ പ്രായം വെച്ചിട്ടുള്ള ഈ ലോകത്തിൽ ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. റൂട്ട് അല്ലെ, റൂട്ട് 7, റൂട്ട് 9 എത്ര നമുക്കറിയാം. റൂട്ട് 25 പറഞ്ഞോ, റൂട്ട് 25 എത്ര? 5 അല്ലേ? റൂട്ട് 16 എന്താ? റൂട്ട് 16 എത്രയാണ്? 4. റൂട്ട് 23 എത്ര? 23 4 അല്ലേ? റൂട്ട് 8 എത്ര? റൂട്ട് 9 അതാ റൂട്ട് 9. എല്ലാ അഭിനയമൊക്കെ ഇവിടെ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. എല്ലാം ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന എല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത വേറെ പറയാം, അതിന് വേറെ ലോകം നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു. 1, 2, 3, 4 അങ്ങനെ എക്സെട്ര. ഇവര് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്താ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ സെറ്റ് ഇങ്ങനെയാണ്. ഓക്കെ, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും. ഓക്കെ, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നു. ഇവരെ മാത്രം എടുത്തു ഒരു സെറ്റിലെടുത്തു. ഇതാണ് എണ്ണൽ സംഖ്യയുടെ ഒരു കളക്ഷൻ. ഇതിനെയാണ് ക്യാപിറ്റൽ N കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മള് നേരത്തെ സെറ്റിന്റെ കാര്യം സെറ്റാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞു. സെറ്റുകളെ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, അതിനുള്ളിലെ എലമെന്റ്സുകളൊക്കെ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആയിട്ടുള്ള ആൽഫബറ്റിക്കൽ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഒന്നെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് വരും, അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ് സാധാരണ സെറ്റിനുള്ളിൽ വരാറ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ സാധാരണ സെറ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കണം. ഇതാണ് എണ്ണൽ സംഖ്യകളുടെ സെറ്റ്. ഇതിനെയാണ് എന്ന് പറയാ N. ക്യാപിറ്റൽ N ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തന്നെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നവരെ മാത്രം, ഇതിലെ ചില ആളുകൾ മാത്രം പെരുക്കി ഇവിടെ. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇതാണ് Z എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഏതാ? ഇതല്ലേ നമ്മൾ പറഞ്ഞ എണ്ണൽ സംഖ്യകളെ അല്ലേ? ഈ കാണുന്ന 1, 2, 3, 4, 5 അവര് ഇവരുടെ നെഗറ്റീവ്സ് പറഞ്ഞ അവരുടെ നെഗറ്റീവ്സ് ഏതാ? -1, -2, -3, -4 അല്ലെ? ഇവരും പിന്നെ 0. ഇതൊക്കെ പാട് ചെയ്യുന്ന ഈ കളക്ഷൻ ആണ് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. എണ്ണൽ സംഖ്യകൾ അല്ലെ? എന്ന് കുറിച്ച് ഈ കാണുന്ന എണ്ണൽ സംഖ്യകളും അവരുടെ ന്യൂനങ്ങളും പിന്നെ 0 കൂടിച്ചേരുന്ന ആ ഒരു കളക്ഷനാണ് ഇന്റിജേഴ്സ്. പൂർണ്ണ സംഖ്യകൾ, പൂർണ്ണമായി പോയിന്റ് ഒട്ടുപൊടികളൊന്നും ഉണ്ടാവില്ല, അതാണ് ഇന്റിജേഴ്സ്. ഓക്കെ, അതിനെ Z കൊണ്ട് സൂചിപ്പിക്കും.
പിന്നെ ക്യൂ ഉണ്ട് അല്ലെ. ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. എന്താ റാഷണൽ നമ്പേഴ്സ്? ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യകൾ പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യ മുകളിലും ഒരു സംഖ്യ താഴെ പി ബൈ ക്യൂ രൂപത്തിൽ അംശം ബൈ ഛേദം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള കോലത്തിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഇതാ മാത്രം പറ്റിയ പോരാ. ആ മുകളിലുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യയും എന്തായിരിക്കണോ? പൂർണ്ണസംഖ്യകളാവണം, ഇല്ലെങ്കിൽ ആക്കാൻ പറ്റണം. മാത്രം പോരാ, ആ താഴെയുള്ള സംഖ്യ 0 ആവാൻ പാടില്ല. പിയും ക്യൂവും പൂർണ്ണസംഖ്യകളായ ക്യൂ 0 അല്ലാത്ത പി ബൈ ക്യൂ രൂപത്തിൽ എഴുതാൻ കഴിവുള്ള എല്ലാ സംഖ്യകളുമാണ് ഭിന്നസംഖ്യകൾ, റാഷണൽ നമ്പേഴ്സ്. All the numbers are in the form p by q, where p and q are integers and q not equal to 0 are called rational numbers. താഴെ 0 വരാൻ പാടില്ല, റാഷണൽ നമ്പർ. പോയിന്റുകളൊക്കെ വന്നാൽ അതിനെ പൂർണ്ണസംഖ്യ ആക്കിയാൻ പറ്റും. അങ്ങനെ വരുന്നതിനെയാണെന്ന് പറയാം റാഷണൽ നമ്പേഴ്സ്. 1/2, 3/7 അല്ലെ, 9/4 ഇതൊക്കെ എന്താ? അതാ p by q രൂപത്തിലാണ് അല്ലേ. ഈ പിയും ക്യൂ, ഇവിടുത്തെ പിയും ക്യൂ 9/4 അല്ലേ, പൂർണ്ണസംഖ്യകളാണ്, ഇന്റിജേഴ്സ് അല്ലേ. താഴെ 0 അല്ല, അതുകൊണ്ട് ഇതെന്താണ്? ഭിന്നസംഖ്യ, റാഷണൽ നമ്പറാണ്. 1/37 അംശമുണ്ട് ഛേദമുണ്ട്. അംശവും ഛേദവും പൂർണ്ണസംഖ്യകളാണ് അല്ലെ, ഇന്റിജേഴ്സ് ആണ്. താഴെ 0 അല്ല. 23 അംശം, ഇത് ഛേദമല്ലല്ലോ, നിർബന്ധമല്ല, ഇപ്പൊ ഛേദം പറ്റില്ല. 23 is equal to 23/1 അല്ലെ. അംശം ഉണ്ടാവുക, ഛേദം ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാക്കാം. വാല്യൂ വ്യത്യാസം വരാതെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. വാല്യൂ വ്യത്യാസം ഇവിടെ വെറുതെ 3 കൊടുക്കാൻ പറ്റില്ല. 23 എന്ന് പറഞ്ഞാൽ 23/3 ഒന്നും അല്ലല്ലോ. 23 can be written as 23/1. പി ബൈ ക്യൂ കോലത്തിൽ എഴുതാൻ പറ്റും, രൂപത്തിൽ എഴുതാൻ പറ്റും. മാത്രമല്ല പിയും ക്യൂ ഇന്റിജർ ആവണം, പൂർണ്ണസംഖ്യ ആവണം, അല്ലെങ്കിൽ ആക്കാൻ പറ്റിയാൽ മതി. താഴെ 0 വരാൻ പാടില്ല. 8/0 പറ്റൂല. താഴെ 0 ഇന്റിജർ അല്ല, എന്തല്ല, റാഷണൽ നമ്പർ അല്ല. അംശവും ഛേദവും ഉണ്ടാവണം. ഇവിടെ ഇല്ലല്ലോ 5. ഇത് എണ്ണൽ സംഖ്യയാണ്, റാഷണൽ നമ്പർ അല്ലേ? ആണല്ലോ, നമുക്കറിയാം. ഇത് റാഷണൽ നമ്പർ ആണ്, ഭിന്നസംഖ്യയാണ്. എണ്ണൽ സംഖ്യകളൊക്കെ ഭിന്നസംഖ്യകളാണ്. എണ്ണൽ സംഖ്യകളൊക്കെ നമുക്ക് 1ന് 1/1, 2ന് 2/1, 3ന് 3/1 1 കൊടുത്ത് എല്ലാരും എഴുതാൻ പറ്റും. അംശവും ഛേദവും ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണം, വാല്യൂ വ്യത്യാസം വരാതെ. ഇതാ 5 ഭിന്നസംഖ്യയാണ്. എന്താ കാരണം? ഇതിനെ നമുക്ക് വേണമെങ്കിൽ 5/1 എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 10/2 എഴുതി കൂടെ. 5നെ 10/2 എഴുതില്ല. അംശവും ഛേദവും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണം, വാല്യൂ വ്യത്യാസം വരാതെ. അതുപോലെ അംശവും ഛേദവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താവണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. മാത്രം പോരാ, 0 ഇന്റിജർ ആണല്ലോ, ആ ഇന്റിജറിൽ താഴെ 0 വരാൻ പാടില്ല. 0/9 പി ബൈ ക്യൂ രൂപത്തിലാണ്. രണ്ടാളുകളും ഇന്റിജേഴ്സ് ആണ്, കുഴപ്പമില്ല. താഴെ 0 ആണ്, അല്ലല്ലോ. ഇതെന്താ? ഭിന്നസംഖ്യ, റാഷണൽ നമ്പർ. നേരെ ഇങ്ങനെയാണെങ്കിലോ പി ബൈ ക്യൂ രൂപത്തിൽ എഴുതാൻ പറ്റി. പി ക്യൂ എന്താ? രണ്ടും ഇന്റിജേഴ്സ്, പൂർണ്ണസംഖ്യ ആണല്ലോ, ആണ്. താഴെ 0 വന്നില്ലേ, ഇതെന്തല്ല? ഭിന്നസംഖ്യ. ഓക്കെ, ഇതാണ് ഭിന്നസംഖ്യ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നത് എന്ത് പറയാ? ക്യൂ, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി വരെയൊക്കെ പോസിറ്റീവ് പറയാം. ഇത് പിന്നെ ഓൾറെഡി പോസിറ്റീവ്. Z പ്ലസ് എന്ന് പറഞ്ഞാൽ Z എന്താ നമുക്കറിയാം, എന്താ? ഇന്റിജേഴ്സിലെ പോസിറ്റീവുകൾ മാത്രം പറയാം. ഇത് എടുക്കണ്ട. 0 പോസിറ്റീവ് ആണ്, 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവ്. പിന്നെ ഇന്റിജേഴ്സിലെ പോസിറ്റീവ് ഏതാ? 1 2 3 4 അല്ലെ, 5 അല്ലെ, 1 2 3 4 5 എക്സെട്ര. ഇതാണ് എന്ത്? ഇന്റിജേഴ്സിലെ പോസിറ്റീവ്. ഇത് എന്ത് തന്നെയാണ്? ഇവരുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞവരല്ലേ. ഇപ്പൊ Z പ്ലസ് എന്ന് പറഞ്ഞാൽ n എന്താണ്? റാഷണൽ നമ്പറിന്റെ സെറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ R എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള റിയൽ നമ്പേഴ്സ്, ഫുള്ള് ഇവരെല്ലാ ആൾക്കാരെയും കൊള്ളിക്കാൻ ഇവരെ കഴിയും. അതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിൽ 0 വരാം, 0 വരാം, 1 1.2 2 എല്ലാവരും വരാം, മൈനസുകൾ ഫുൾ വരാം, പി ബൈ ക്യൂ രൂപത്തിൽ വരുന്നവർ വരാം, റാഷണൽ വരാം, ഇറാഷണൽ വരാം, എല്ലാം അടങ്ങുന്നതാണ് റിയൽ നമ്പർ. റിയൽ നമ്പേഴ്സിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഇല്ല. നമ്മൾ പറഞ്ഞു ക്യൂ വന്നു. അപ്പൊ ക്യൂ പ്ലസ് ക്യൂ എന്താ? റാഷണൽ നമ്പേഴ്സ്. ആ റാഷണൽ നമ്പറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവില്ലേ, ആ റാഷണൽ നമ്പറിലെ പോസിറ്റീവുടെ ഗ്രൂപ്പ് എടുത്താൽ അതാണ് ക്യൂ പ്ലസ്. ഓക്കെ,
പിന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. W അറിഞ്ഞു. W എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യ. 1 2 3 എക്സെട്ര അല്ലേ? ഇതിനാണ് നമ്മൾ എന്താ പറയാ? ഇതെന്താണ് 1 2 3 എക്സെട്ര? നാച്ചുറൽ നമ്പർ ആണ്, n ആണ്. ഇങ്ങനെയാണ് n. അതിന്റെ കൂടെ 0 കൂടി വന്നാൽ ഹോൾ നമ്പർ ആണ്, അഖണ്ഡ സംഖ്യ. എണ്ണൽ സംഖ്യകളും പിന്നെ 0 ചേരുമ്പോഴാണ് എന്താകുക? അഖണ്ഡ സംഖ്യ. അതിനെ W കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓർത്തു. n z ലെ പോസിറ്റീവ്, അപ്പൊ z ലെ നെഗറ്റീവ് എന്തേക്കാരം? z മൈനസ് ഈ ടീം അല്ലെ? ഏത് വരാ? z ലെ മൈനസ് -1 -2 -3 ഇങ്ങോട്ട് ഈ ഗ്രൂപ്പ് കേട്ടോ. പ്ലസ് മൈനസ് ഒക്കെ അതിനനുസരിച്ച്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെക്ഷൻ, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ കൺസെപ്റ്റുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തിരിച്ചു. ഓക്കെ.